ശാന്തി 14/8/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയോട് ഓണസ്റ്റ് ആയിരിക്കൂ. തൻ്റെ സത്യമായ ചാർട്ട് വയ്ക്കൂ. ആർക്കും ദുഃഖം കൊടുക്കാതിരിക്കൂ. ഒരു ബാബയുടെ ശ്രേഷ്ഠ മതമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. ചോദ്യം: ആരാണോ പൂർണ്ണമായും 84 ജന്മം എടുക്കുന്നവർ, അവരുടെ പുരുഷാർത്ഥം എന്തായിരിക്കും? ഉത്തരം: അവരുടെ വിശേഷ പുരുഷാർത്ഥം നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെതായിരിക്കും. തൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ അവർക്ക് പൂർണ്ണ കൺട്രോൾ ഉണ്ടായിരിക്കും. അവരുടെ കണ്ണുകൾ ക്രിമിനൽ ആവുകയില്ല. അഥവാ ഇപ്പോൾ വരെയും ആരെയെങ്കിലും നോക്കുമ്പോൾ വികാരി ചിന്തകൾ വരുന്നു എങ്കിൽ, ക്രിമിനൽ ആയി ഉണ്ടാകുന്നു എങ്കിൽ മനസ്സിലാക്കൂ, പൂർണ്ണമായും 84 ജന്മം എടുക്കുന്ന ആത്മാവല്ല. ഗീതം: ഈ പാപത്തിൻ്റെ ലോകത്ത് നിന്നും കൊണ്ടുപോകൂ. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾക്കറിയാം, ഇത് പാപത്തിൻ്റെ ലോകമാണ്. പുണ്യത്തിൻ്റെ ലോകത്തെയും മനുഷ്യർ അറിയുന്നുണ്ട്. മുക്തിയും ജീവൻ മുക്തിയുമാണ് പുണ്യത്തിൻ്റെ ലോകം എന്ന് പറയുന്നത്. അവിടെ പാപം ഉണ്ടാകുന്നില്ല. പാപം ഉണ്ടാകുന്നത് ദുഃഖധാമമായ രാവണ രാജ്യത്തിലാണ്. ദുഃഖം നൽകുന്ന രാവണനെയും കണ്ടിട്ടുണ്ട്. രാവണൻ ഏതെങ്കിലും വസ്തുവല്ല, എങ്കിലും കോലം കത്തിക്കുന്നു. കുട്ടികൾക്കറിയാം, നമ്മൾ ഈ സമയം രാവണ രാജ്യത്തിലാണ്. എന്നാൽ അകന്നു മാറിക്കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. കുട്ടികൾ ഇവിടെ വരുമ്പോൾ ബുദ്ധിയിൽ ഇതുണ്ട്: നമ്മൾ ആ ബാബയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ ഒന്ന് നമ്മെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. സുഖധാമത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. സുഖധാമത്തിൻ്റെ അധികാരിയാക്കുന്നത് ബ്രഹ്മാവൊന്നുമല്ല, ഏതെങ്കിലും ദേഹധാരിയല്ല. അത് ശിവ് ബാബ തന്നെയാണ്. ആ ഒന്നിന് ദേഹമില്ല. ദേഹം നിങ്ങൾക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങൾ പിന്നെ ദേഹം സ്വീകരിച്ച് ജനന മരണത്തിൽ വരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ അടുക്കൽ പോവുകയാണ്. ആ ഒന്ന് നമുക്ക് ശ്രേഷ്ഠ മതം നൽകുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യുന്നതിലൂടെ സ്വർഗത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കും. സ്വർഗത്തെയാണെങ്കിൽ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നു, പുതിയ ലോകം തീർച്ചയായും ഉണ്ട് എന്ന്. അതും തീർച്ചയായും സ്ഥാപിക്കുന്ന ആരെങ്കിലും ഉണ്ട്. നരകവും ആരെങ്കിലും സ്ഥാപിക്കുന്നു. നിങ്ങളുടെ സുഖധാമത്തിൻ്റെ പാർട്ട് എപ്പോഴാണ് പൂർത്തിയാകുന്നത് അതും നിങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ രാവണ രാജ്യത്തിൽ നിങ്ങൾ ദുഃഖിതരാകാൻ തുടങ്ങുന്നു. ഈ സമയം ഇത് ദുഃഖധാമമാണ്. എത്ര തന്നെ കോടിപതിയായാലും പദംപതിയായാലും പതീത ലോകം എന്ന് തീർച്ചയായും പറയുമല്ലോ. ഇത് ദരിദ്ര ലോകമാണ്, ദുഃഖമുള്ള ലോകമാണ്. എത്ര തന്നെ വലിയ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിലും, സുഖത്തിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും പതീതവും പഴയതുമായ ലോകമാണ് എന്ന് പറയും. വിഷയവൈതരണി നദിയിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്നു. ഇതും മനസ്സിലാക്കുന്നില്ല, വികാരത്തിൽ പോകുന്നത് പാപമാണ് എന്ന് പറയുന്നു. ഇതില്ലാതെ സൃഷ്ടി എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കും? വിളിക്കുന്നുമുണ്ട്, ഹേ ഭഗവാനെ, ഹേ പതീത പാവന, വന്ന് ഈ പതീത ലോകത്തെ പാവനമാക്കി മാറ്റൂ. ആത്മാവാണ് ശരീരത്തിലൂടെ പറയുന്നത്. ആത്മാവ് തന്നെയാണ് പതീതമായിരിക്കുന്നത്. അതിനാലാണല്ലോ വിളിക്കുന്നത്. സ്വർഗത്തിൽ പതീതമായ ഒരാൾ പോലും ഉണ്ടായിരിക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, സംഗമയുഗത്തിൽ ആരാണോ നല്ല പുരുഷാർത്ഥികൾ, അവർ മനസ്സിലാക്കുന്നു, നമ്മൾ 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലക്ഷ്മി നാരായണന്മാരുടെ ഒപ്പം തന്നെ നമ്മൾ സത്യയുഗത്തിൽ രാജ്യം ഭരിക്കും.
ഒരാൾ ആയിരിക്കുകയില്ലല്ലോ 84 ജന്മങ്ങൾ എടുത്തിട്ടുള്ളത്. രാജാവിനോടൊപ്പം പ്രജകളും ആവശ്യമാണ്. നിങ്ങൾ ബ്രാഹ്മണരും നമ്പർ വാറാണ്. ചിലർ രാജാവും റാണിയും ആകുന്നു, ചിലർ പ്രജ. ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യേണ്ടതുണ്ട്. ഈ കണ്ണുകൾ ക്രിമിനലാണ് എങ്കിൽ, ആരെയെങ്കിലും നോക്കുമ്പോൾ വികാരത്തിന്റെ ദൃഷ്ടി ഉണ്ടാകുന്നു എങ്കിൽ അവർക്ക് 84 ജന്മങ്ങൾ ഉണ്ടാകില്ല. അവർക്ക് നരനിൽ നിന്നും നാരായണൻ ആകുവാൻ സാധിക്കില്ല. ഈ കണ്ണുകളുടെ മേൽ ജയം നേടുമ്പോഴേ കർമാതീത അവസ്ഥ ഉണ്ടാകൂ. മുഴുവൻ ആധാരവും കണ്ണുകളുടെ മേലാണ്. കണ്ണുകൾ തന്നെയാണ് ചതിക്കുന്നത്. ആത്മാവ് ഈ ജനാലകളിലൂടെ നോക്കുന്നു. ഇതിലാണെങ്കിൽ ഡബിൾ ആത്മാവുണ്ട്. ബാബയും ഈ ജനാലകളിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെയും ദൃഷ്ടി ആത്മാവിലേക്കാണ് പോകുന്നത്. ബാബ ആത്മാവിനെ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. പറയുന്നു, ഞാനും ശരീരം എടുത്തിരിക്കുന്നു. അപ്പോഴാണ് സംസാരിക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ നമ്മളെ സുഖത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് രാവണ രാജ്യം. നിങ്ങൾ ഈ പതീത ലോകത്തു നിന്നും അകന്നു മാറിക്കഴിഞ്ഞു. ചിലർ വളരെയധികം മുന്നിലേക്ക് പോയി കഴിഞ്ഞു, ചിലർ പിന്നിലോട്ട് മാറിക്കഴിഞ്ഞു. ഓരോരുത്തരും പറയുകയും ചെയ്യുന്നു, അക്കരെ എത്തിക്കൂ. ഇപ്പോൾ അക്കരെ സത്യയുഗത്തിലേക്ക് പോകും. എന്നാൽ അവിടെ ഉയർന്ന പദവി നേടണമെങ്കിൽ പവിത്രമാകണം, പ്രയത്നിക്കണം. മുഖ്യമായ കാര്യമാണ് ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ വികർമ്മം വിനാശമാകും. ഇതാണ് ആദ്യത്തെ സബ്ജക്റ്റ്. നിങ്ങൾ ഇപ്പോൾ അറിയുന്നു, നമ്മൾ ആത്മാക്കൾ ആക്ടേഴ്സ് ആണ്. ആദ്യം നമ്മൾ സുഖധാമത്തിലേക്ക് വന്നു, പിന്നെ ഇപ്പോൾ ദുഃഖധാമത്തിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ബാബ വീണ്ടും സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, പവിത്രമാകൂ. ആരെയും ദുഃഖിപ്പിക്കരുത്. അന്യോന്യം വളരെയധികം ദുഃഖം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ചിലരിൽ കാമത്തിന്റെ ഭൂതം വന്നു, ചിലരിൽ ക്രോധം വന്നു. കൈപ്രയോഗം നടത്തി. ബാബ പറയും, ഇത് ദുഃഖം കൊടുക്കുന്ന പാപാത്മാവാണ്. പുണ്യ ആത്മാവ് എങ്ങനെയാകും? ഇപ്പോൾ വരെയും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരാണെങ്കിൽ ദുഷ്പേരുണ്ടാക്കുന്നു. എല്ലാവരും എന്തു പറയും? പറയുന്നത്, നമ്മളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയും വിശ്വത്തിന്റെ അധികാരിയുമാകുന്നു എന്ന്. അവർ പിന്നെ ഇങ്ങനെയുള്ള കാര്യമാണോ ചെയ്യുന്നത്? അതിനാൽ ബാബ പറയുന്നു, ദിവസവും രാത്രിയിൽ സ്വയം തന്നെ നോക്കൂ. അഥവാ സൽപുത്രരായ കുട്ടികളാണ് എങ്കിൽ ചാർട്ട് അയക്കട്ടെ. ചിലർ ചാർട്ട് എഴുതുന്നുണ്ട്, പക്ഷേ അതോടൊപ്പം ഇത് എഴുതുന്നില്ല. നമ്മൾ ആർക്കെങ്കിലും ദുഃഖം നൽകിയോ അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്തോ എന്ന് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയും കർമ്മം തലകീഴായത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതും ശരിയല്ല. തലകീഴായ കർമ്മം ചെയ്യുന്നത് ദേഹാഭിമാനി ആയിരിക്കുമ്പോഴാണ്. ഈ ചക്രം എങ്ങനെ തിരിയുന്നു? ഇതാണെങ്കിൽ വളരെ സഹജമാണ്. ഒരു ദിവസം കൊണ്ടുപോലും ടീച്ചറാകുവാൻ സാധിക്കും. ബാബ നിങ്ങൾക്ക് 84ന്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു, ടീച്ച് ചെയ്യുന്നു. പിന്നെ പോയി അതിനെക്കുറിച്ച് മനനം ചെയ്യണം. നമ്മൾ 84 ജന്മങ്ങൾ എങ്ങനെ എടുത്തു? ആ പഠിപ്പിക്കുന്ന ടീച്ചറിനേക്കാൾ ദൈവിക ഗുണങ്ങളും കൂടുതൽ ധാരണ ചെയ്യുന്നു. ബാബയ്ക്ക് സിദ്ധമാക്കി പറഞ്ഞു തരുവാൻ സാധിക്കും. കാണിക്കുന്നുണ്ട്, ബാബ നമ്മുടെ ചാർട്ട് നോക്കൂ. നമ്മൾ അല്പം പോലും ആരെയും ദുഃഖിപ്പിച്ചില്ല. ബാബ പറയും, ഈ കുട്ടിയാണെങ്കിൽ വളരെ മധുരമാണ്, നല്ല സുഗന്ധം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. ടീച്ചറാകുന്നത് സെക്കൻഡിന്റെ കാര്യമാണ്. ടീച്ചറിനേക്കാളും ഓർമ്മയുടെ യാത്രയിൽ തീവ്രമായ സ്റ്റുഡൻറ് വരുന്നു.
അപ്പോൾ ടീച്ചറിനേക്കാളും ഉയർന്ന പദവി നേടും. ബാബ ചോദിക്കുന്നു, ആരെയാണ് ടീച്ച് ചെയ്യുന്നത്? ദിവസവും ശിവന്റെ ക്ഷേത്രത്തിൽ പോയി ടീച്ച് ചെയ്യൂ. ശിവ് ബാബ എങ്ങനെയാണ് വന്ന് സ്വർഗം സ്ഥാപിക്കുന്നത്, സ്വർഗത്തിന്റെ അധികാരി ആക്കുന്നത് എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതും വളരെ സഹജം തന്നെയാണ്. ബാബയ്ക്ക് ചാർട്ട് അയച്ചു തരുന്നു. ബാബ, നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ്. ബാബ ചോദിക്കുന്നു, കുട്ടികളെ, ഏതെങ്കിലും വികർമ്മം ചെയ്യുന്നില്ലല്ലോ, ക്രിമിനൽ ആയി തലകീഴായ കാര്യം ചെയ്യിക്കുന്നില്ലല്ലോ. തൻ്റെ മാനേഴ്സ്, ക്യാരക്ടേഴ്സ് നോക്കണം. പെരുമാറ്റ രീതികളുടെ മുഴുവൻ ആധാരവും കണ്ണുകളുടെ മേലാണ്. കണ്ണുകൾ അനേകം പ്രകാരത്തിലൂടെ ചതിക്കുന്നു. അല്പമെങ്കിലും ചോദിക്കാതെ ഒരു വസ്തു എടുത്ത് കഴിച്ചുവെങ്കിൽ അതും പാപമായി മാറുന്നു. കാരണം അനുവാദമില്ലാതെയാണല്ലോ എടുത്തത്. ഇവിടെ നിയമങ്ങൾ വളരെയധികമുണ്ട്. ശിവ് ബാബയുടെ യജ്ഞമാണല്ലോ. ചാർജ് ഉള്ളവരോട് ചോദിക്കാതെ ഏതെങ്കിലും സാധനം കഴിക്കുക സാധ്യമല്ല. ഒരാൾ കഴിച്ചാൽ മറ്റുള്ളവരും അങ്ങനെ ചെയ്യുവാൻ തുടങ്ങും. വാസ്തവത്തിൽ ഇവിടെ ഒരു സാധനവും പൂട്ടിവെക്കേണ്ട ആവശ്യമില്ല. നിയമം പറയുന്നു, ഈ വീട്ടിനുള്ളിൽ കിച്ചണിന്റെ മുന്നിൽ അപവിത്രമായ ആരും തന്നെ വരാൻ പാടില്ല. പുറത്താണെങ്കിൽ അപവിത്രമെന്നോ പവിത്രമെന്നോ ഉള്ള ചോദ്യമേ ഇല്ല. പക്ഷേ പതീതം എന്ന് സ്വയം പറയുന്നുവല്ലോ. എല്ലാവരും പതീതമാണ്. ആർക്കെങ്കിലും വല്ലഭാചാര്യകളെ അഥവാ ശങ്കരാചാര്യരെ സ്പർശിക്കുവാൻ സാധിക്കില്ല. കാരണം അവർ മനസ്സിലാക്കുന്നു നമ്മൾ പാവനമാണ്, ഇത് പതീതമാണ് എന്ന്. ഇവിടെ എല്ലാവരുടെയും ശരീരം പതീതം തന്നെയാണ്. എങ്കിലും പുരുഷാർത്ഥം അനുസരിച്ച് വികാരങ്ങളെ സന്യസിക്കുന്നു. അപ്പോൾ നിർവികാരികളുടെ മുന്നിൽ വികാരി മനുഷ്യർ ശിരസ് നമിക്കുന്നു. പറയുന്നു, ഇവർ വളരെ സ്വച്ഛമായ ധർമാത്മാവായ മനുഷ്യനാണ്. സത്യയുഗത്തിലാണെങ്കിൽ മ്ലേച്ഛമായവർ ഉണ്ടായിരിക്കുന്നില്ല. പവിത്ര ലോകം തന്നെയാണ്. ഒരേ ഒരു കാറ്റഗറിയാണ്. നിങ്ങൾ ഈ മുഴുവൻ രഹസ്യവും അറിയുന്നു. തുടക്കം മുതൽ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ സർവ്വതും അറിയുന്നു. ബാക്കി അറിയുവാനായി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. രചയിതാവായ ബാബയെ അറിഞ്ഞു, സൂക്ഷ്മവതനത്തെ അറിഞ്ഞു, ഭാവിയിലെ പദവിയെ അറിഞ്ഞു. അതിനുവേണ്ടി തന്നെയാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. പിന്നെ അഥവാ പെരുമാറ്റം അങ്ങനെയുള്ളത് ആവുകയാണെങ്കിൽ ഉയർന്ന പദവി നേടുവാൻ സാധിക്കില്ല. ആർക്കെങ്കിലും ദുഃഖം നൽകുകയോ വികാരത്തിൽ പോവുകയോ അല്ലെങ്കിൽ മോശമായ ദൃഷ്ടി വയ്ക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ഇതും പാപമാണ്. ദൃഷ്ടി മാറുക എന്നത് വളരെ പ്രയത്നമാണ്. ദൃഷ്ടി വളരെ നന്നായിരിക്കണം. ഇവർ ദേഷ്യപ്പെടുന്നു എന്ന് കണ്ണുകൾ കാണുമ്പോൾ സ്വയവും അടികൂടുന്നു. ശിവബാബയിൽ അല്പം പോലും സ്നേഹമില്ല, ഓർമ്മിക്കുന്നതേയില്ല. ബലിഹാരി ശിവബാബയുടേതാണ്. ബലിഹാരി ഗുരു അങ്ങയുടേതാണ്. ബലിഹാരി ആ സദ്ഗുരുവിൻ്റെതാണ്. ആരാണോ ഗോവിന്ദ ശ്രീകൃഷ്ണന്റെ സാക്ഷാത്കാരം ചെയ്യിച്ചത്. ഗുരുവിലൂടെ നിങ്ങൾ ഗോവിന്ദനാകുന്നു. കേവലം സാക്ഷാത്കാരം കൊണ്ട് വായി മധുരിതം ആകുന്നില്ല. മീരയുടെ വായി മധുരിതമായോ? വാസ്തവത്തിൽ സ്വർഗത്തിലേക്ക് പോയില്ല. അത് ഭക്തി മാർഗമാണ്. അതിനെ സ്വർഗത്തിന്റെ സുഖം എന്ന് പറയില്ല. ഗോവിന്ദനെ കണ്ടാൽ പോരാ, അതുപോലെ ആകണം. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ അതുപോലെ ആകുവാനാണ്. ഈ ലഹരി ഉണ്ടാകണം. നമ്മൾ ആ ഒന്നിൻ്റെ അടുക്കൽ പോകുന്നു. ആ ഒന്ന് നമ്മെ ഇങ്ങനെയാക്കി മാറ്റുന്നു. അപ്പോൾ ബാബ എല്ലാവർക്കും ഈ നിർദ്ദേശം നൽകുന്നു. ചാർട്ടിൽ ഇതും എഴുതും. കണ്ണുകൾ ചതിച്ചില്ലല്ലോ, പാപം ചെയ്തില്ലല്ലോ,
കണ്ണുകൾ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ തീർച്ചയായും ചതിക്കുന്നു. കണ്ണുകൾ തികച്ചും ശീതളമാകേണ്ടതാണ്. സ്വയം അശരീരിയായി മനസ്സിലാക്കൂ. ഈ കർമാതീത അവസ്ഥ അന്തിമത്തിൽ ഉണ്ടാകും. അതും എപ്പോഴാണോ ബാബയ്ക്ക് തൻ്റെ ചാർട്ട് അയച്ചു കൊടുക്കുന്നത്. ധർമ്മരാജന്റെ രജിസ്റ്ററിൽ എല്ലാം ചേർക്കപ്പെടുന്നു ഓട്ടോമാറ്റിക്കലി. പക്ഷേ ബാബ സാകാരത്തിൽ വന്നിരിക്കെ പറയുന്നു, സാകാരത്തിന് അറിയേണ്ടതാണ്. അപ്പോൾ ജാഗ്രത വരുത്തും. ക്രിമിനൽ ആയി അഥവാ ദേഹാഭിമാനം ഉള്ളവർ ഉണ്ടായിരിക്കുന്നു എങ്കിൽ വായുമണ്ഡലത്തെ അശുദ്ധമാക്കും. ഇവിടെ ഇരിക്കുമ്പോഴും ബുദ്ധിയോഗം പുറത്തു പോകുന്നു. മായ വളരെയധികം ചതിക്കുന്നു. മനസ്സ് വളരെയധികം പ്രക്ഷുബ്ധമാണ്, അതായത് ഇളകി മറിയുന്നതാണ്. എത്ര പ്രയത്നിക്കേണ്ടി വരുന്നു ഇതാകുന്നതിനായി. ബാബയുടെ അടുക്കൽ വരുന്നു. ബാബ ആത്മാവിനെ ജ്ഞാനത്താൽ അലങ്കരിക്കുന്നു. മനസ്സിലാക്കുന്നു, നമ്മൾ ആത്മാക്കൾ ജ്ഞാനത്തിൽ കൂടി പവിത്രമാകും. പിന്നെ ശരീരവും പവിത്രമായത് ലഭിക്കും. ആത്മാവും ശരീരവും രണ്ടും സത്യയുഗത്തിൽ പവിത്രമായിരിക്കുന്നു. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം രാവണ രാജ്യം ആകുന്നു. മനുഷ്യർ പറയും, ഭഗവാൻ ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തു? ഇത് അനാദിയായ ഉണ്ടാക്കപ്പെട്ട ഡ്രാമയാണ്. ഭഗവാൻ ഒന്നും ചെയ്തിട്ടില്ല. സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ ഒരു ദേവീ ദേവതാ ധർമ്മമാണ്. ചിലരൊക്കെ പറയുന്നു, ഇങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ എന്തിന് ഓർമ്മിക്കണം? എന്നാൽ നിങ്ങൾക്ക് മറ്റു ധർമ്മവുമായി യാതൊരു ബന്ധവുമില്ല. ആരാണോ മുള്ളായി മാറിയത് അവർ തന്നെ വന്ന് പുഷ്പമാകും. മനുഷ്യർ പറയുന്നു, ഭഗവാൻ ഭാരതവാസികളെ മാത്രമാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ അംഗീകരിക്കില്ല. ഭഗവാനും 2 കണ്ണുകളുണ്ടോ? അതായത് വിവേചന ദൃഷ്ടിയുണ്ടോ? പക്ഷേ ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. എല്ലാവരും സ്വർഗത്ത് വരികയാണെങ്കിൽ പിന്നെ അനേകം ധർമ്മങ്ങളുടെ പാർട്ട് എങ്ങനെ നടക്കും? സ്വർഗത്തിൽ ഇത്രയും കോടികൾ ഉണ്ടായിരിക്കുന്നില്ല. ആദ്യം മുഖ്യമായ കാര്യമാണ് ഭഗവാൻ ആരാണ് എന്നത്. ആ ഒന്നിനെ മനസ്സിലാക്കൂ. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ അനേകം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പറയും, ഈ കാര്യമാകട്ടെ ശരിയാണ്. നമുക്ക് പതീതത്തിൽ നിന്നും തീർച്ചയായും പാവനമാകണം. ഓർമ്മിക്കേണ്ടത് ആ ഒന്നിനെയാണ്. സർവധർമ്മങ്ങളിലും ഭഗവാനെ ഓർമ്മിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു ഈ സൃഷ്ടി ചക്രം എങ്ങനെ തിരിയുന്നു എന്ന്. നിങ്ങൾ എത്ര എക്സിബിഷനിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. വരുന്നത് തീർത്തും കുറച്ചു പേരാണ്. എന്നാൽ അതുകൊണ്ട് നടത്തണ്ട എന്ന് പറയില്ല. ഡ്രാമയിൽ ഉണ്ടായിരുന്നു, ചെയ്തു. ചിലയിടങ്ങളിൽ എക്സിബിഷനിലൂടെ വരികയും ചെയ്യുന്നു, ചിലയിടത്ത് വരുന്നില്ല. മുന്നോട്ട് പോകവേ വരും. ഉയർന്ന പദവി നേടാനുള്ള പുരുഷാർത്ഥം ചെയ്യും. ചിലർക്ക് കുറഞ്ഞ പദവിയാണ് നേടേണ്ടത് എങ്കിൽ ഇത്രയും പുരുഷാർത്ഥം ചെയ്യില്ല. ബാബ കുട്ടികളെ എങ്കിലും മനസ്സിലാക്കിക്കുന്നു, വികർമ്മമൊന്നും ചെയ്യാതിരിക്കൂ. ഇതും നോട്ട് ചെയ്യൂ. നമ്മൾ ആർക്കും ദുഃഖം നൽകിയില്ലല്ലോ, ആരോടും അടിവഴക്ക് കൂടിയില്ലല്ലോ, തലകീഴായത് എന്തെങ്കിലും പറഞ്ഞില്ലല്ലോ, ഏതെങ്കിലും അരുതാത്ത കാര്യം ചെയ്തില്ലല്ലോ. ബാബ പറയുന്നു, എന്ത് വികർമ്മം ചെയ്തുവോ അത് എഴുതൂ. ഇത് അറിയുന്നുണ്ട്. ദ്വാപര മുതൽ വികർമ്മം ചെയ്ത് ഇപ്പോൾ വളരെയധികം വികർമ്മിയായിപ്പോയി. ബാബയ്ക്ക് എഴുതി നൽകുന്നതിലൂടെ ഭാരം ലഘൂകരിക്കും. എഴുതുന്നുണ്ട്, നമ്മൾ ആർക്കും ദുഃഖം നൽകുന്നില്ല. ബാബ പറയും, നല്ലത്, ചാർട്ട് കൊണ്ടുവരണം, അപ്പോൾ നോക്കും. ബാബ വിളിക്കുകയും ചെയ്യും, ഇങ്ങനെയുള്ള നല്ല കുട്ടികളെ ഞാൻ കാണട്ടെ എങ്കിൽ ശരി. സൽപുത്രരായ കുട്ടികളെ ബാബ വളരെ സ്നേഹിക്കുന്നു.
ബാബയ്ക്കറിയാം ഇപ്പോൾ ആരും സമ്പൂർണമായിട്ടില്ല. ബാബ ഓരോരുത്തരെയും നോക്കുന്നു, എങ്ങനെയാണ് പുരുഷാർത്ഥം ചെയ്യുന്നത് എന്ന്. കുട്ടികൾ ചാർട്ട് എഴുതുന്നില്ല എങ്കിൽ തീർച്ചയായും എന്തെങ്കിലും കുറവുകളുണ്ട്. അത് ബാബയിൽ നിന്നും ഒളിപ്പിക്കുന്നു. ആരാണോ ചാർട്ട് എഴുതുന്നത് അവരെയാണ് സത്യതയുള്ള ഓണസ്റ്റായ കുട്ടികൾ എന്ന് മനസ്സിലാക്കുന്നത്. ചാർട്ടിനോടൊപ്പം പിന്നെ മാനേഴ്സും ആവശ്യമാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. സ്വയം തൻ്റെ ഭാരം ലഘൂകരിക്കാനായി എന്തെല്ലാം വികർമ്മങ്ങൾ ഉണ്ടായോ അത് ബാബയ്ക്ക് എഴുതി നൽകണം. ഇപ്പോൾ ആർക്കും തന്നെ ദുഃഖം നൽകരുത്. സൽപുത്രരായി ഇരിക്കണം. തൻ്റെ ദൃഷ്ടിയെ വളരെ നല്ലതാക്കണം. കണ്ണുകൾ ചതിക്കരുത്. ഇത് ശ്രദ്ധിക്കണം. തൻ്റെ മാനേഴ്സ് വളരെ വളരെ നല്ലതാക്കി വെക്കണം. കാമക്രോധത്തിന് വശപ്പെട്ട് യാതൊരു പാപവും ചെയ്യരുത്. വരദാനം. ലക്ഷ്യവും ലക്ഷ്യസ്ഥാനവും സദാ സ്മൃതിയിൽ വച്ച് തീവ്ര പുരുഷാർത്ഥം ചെയ്യുന്ന സദാ ഹോളിയും ഹാപ്പിയുമായി ഭവിക്കട്ടെ. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് ഏതെങ്കിലും പരിധിയുള്ള ആധാരമില്ലാതെ സദാ ആന്തരിക സന്തോഷത്തിലിരിക്കുക. എപ്പോഴാണോ ഈ ലക്ഷ്യം മാറി പരിധിയുള്ള പ്രാപ്തികളുടെ ചെറിയ ചെറിയ തെരുവുകളിൽ കുടുങ്ങിപ്പോകുന്നത്, അപ്പോൾ ലക്ഷ്യത്തിൽ നിന്നും ദൂരെയായി പോകുന്നു. അതിനാൽ എന്തും സംഭവിച്ചു കൊള്ളട്ടെ, പരിധിയുള്ള പ്രാപ്തികൾ ത്യാഗം ചെയ്യേണ്ടി വന്നാലും അവയെ ഉപേക്ഷിക്കൂ. എന്നാൽ അവിനാശി സന്തോഷത്തെ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കൂ. ഹോളിയും ഹാപ്പിയുമായി ഭവിക്കട്ടെ എന്ന വരദാനത്തെ സ്മൃതിയിൽ വച്ച് തീവ്ര പുരുഷാർത്ഥത്തിലൂടെ അവിനാശി പ്രാപ്തികൾ ഉണ്ടാക്കൂ. സ്ലോഗൻ. ഗുണമൂർത്തിയായി ഗുണങ്ങളുടെ ദാനം നൽകിക്കൊണ്ടിരിക്കൂ. ഇതുതന്നെയാണ് ഏറ്റവും വലിയ സേവനം. അവ്യക്ത സൂചന. സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. മാസ്റ്റർ നോളജ്ഫുള്ളിൻ്റെയും മാസ്റ്റർ സർവശക്തിവാൻ്റെയും സ്റ്റേജിൽ സ്ഥിതി ചെയ്ത് ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള ക്യൂയിൽ നിന്നും മാറി ബാബയോടൊപ്പം സദാ കൂടിക്കാഴ്ച ആഘോഷിക്കുന്നതിൻ്റെ താൽപ്പര്യത്തിൽ തൻ്റെ സമയം വിനിയോഗിക്കൂ. ലവ്ലീൻ സ്ഥിതിയിൽ ഇരിക്കൂ. അപ്പോൾ സർവകാര്യങ്ങളും സഹജമായി സമാപ്തമാകും. പിന്നെ താങ്കളുടെ മുന്നിൽ താങ്കളുടെ പ്രജകളുടെയും ഭക്തരുടെയും ക്യൂ ഉണ്ടാകും. ഓം ശാന്തി. സങ്കല്പങ്ങളുടെ സർവവിസ്താരത്തെയും സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ഞാൻ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാകുന്നു. പവിത്ര സ്വരൂപമാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കി മാറ്റുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരവും ആകുന്ന സൂക്ഷ്മ ശക്തികളെ എൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ ബുദ്ധി ബലത്തിലൂടെ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയാകുന്നു. സ്വർണ്ണ
ചുവന്ന പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന എൻ്റെ മധുരമായ ഗ്രഹത്തിൽ, നിരാകാരി ലോകത്തിൽ, നിരാകാരനായ പരമാത്മാവിൻ്റെ സമീപം, നിരാകാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ദിവ്യവും തേജസ്വിയുമായ സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ പരമാത്മാവിൽ നിന്നും ഒരു പ്രകാശധാരയായി പ്രവഹിക്കുന്ന സമസ്ത ശക്തികളും ഗുണങ്ങളും ആത്മാവിൽ നിറയുന്നു. ഈ ദിവ്യ അലൗകിക ഈശ്വരീയ സംഘത്തിലൂടെ പ്രാപ്തമായ ശക്തി സർവ അലൗകിക വിശേഷതകളെയും ജീവിതത്തിൽ പകർത്തുവാനുള്ള വിശേഷ വരദാനമായി മാറുന്നു. ഈ സമ്പന്നമായ അലൗകിക സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് ബുദ്ധിബലത്താൽ മടങ്ങി വരുന്നു.